Okay, good morning. So, next we can go to our second experiment in the CAD lab. In second experiment, we need to design a base plate. നമുക്ക് ബേസ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ഒരു റോഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബേസ്, റോഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബേസ്, അതായത് അതിനൊരു ഫ്ലാറ്റൻ്റെ ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചില റൊട്ടേറ്റിംഗ് ഷാഫ്റ്റുകൾക്ക് അതിന് വാളുമായിട്ടുള്ളൊരു സപ്പോർട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ബേസ് പ്ലേറ്റ്. അപ്പോൾ ഇത്തരം ബേസ് പ്ലേറ്റുകളിൽ ചിലപ്പോൾ ഉള്ളിൽ ഗിയർ വിത്ത് ബിയറിങ്സ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അത് ഡിപ്പെൻസ് ഓൺ ദ നീഡ്, ഇതിൻ്റെ ഡിസൈനിൽ വ്യത്യാസങ്ങൾ വരാം. ഓക്കെ, സോ ഈ ബേസ് പ്ലേറ്റിൻ്റെ ഡയമെൻഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ബേസ് പ്ലേറ്റിൻ്റെ ഷേപ്പ്. അതിൻ്റെ ഒരു ഐസോമെട്രിക് വ്യൂ ഇവിടെ തന്നിട്ടുണ്ട്. സോ അതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സ്ക്വയർ ഇവിടെ നോക്കി 45x45 ആണ് അതിൻ്റെ ടോപ്പിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ പ്ലേറ്റാണ്. അതിനകത്ത് ഒന്നുകിൽ വാളായിട്ടോ അല്ലെങ്കിൽ ഫ്ലോറായിട്ടോ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള 4 സ്ക്രൂ ഹോൾസ് ഉണ്ട്. സെൻറ്ററിൽ ഒരു ഷാഫ്റ്റിനെ ക്യാരി ചെയ്യാനുള്ള ഒരു ഷാഫ്റ്റ് ഹോൾഡർ പോലത്തെ സംഭവമുണ്ട്. റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ആണെങ്കിൽ ഇതിനകത്ത് ബെയറിംഗ് കൂടെ വെച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എനിവേ ഇത് സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്, ജസ്റ്റ് യൂസിങ് ദ പാർട്ട് ഡിസൈൻ. ഓക്കെ, സോ അപ്പോൾ നമുക്കിപ്പോൾ ആദ്യത്തെ ഫിഗറൊക്കെ വരച്ച് പിന്നെ ഇത് വരയ്ക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് അസംബ്ലിയും കാര്യങ്ങളൊന്നും ഇല്ല, നേരിട്ട് നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം 45x45 ഒരു സ്ക്വയർ പ്ലേറ്റ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. സോ ആസ് യൂഷ്വൽ സ്റ്റാർട്ട് മെക്കാനിക്കൽ ഡിസൈൻ, പാർട്ട് ഡിസൈൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, സോ അത് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ സെലക്ട് ചെയ്ത് ഗ്രൗണ്ടിൽ വെക്കുന്ന രീതിയിലായിക്കോട്ടെ ബേസ് പ്ലേറ്റ് വെക്കുന്നത്. ഗ്രൗണ്ടിൽ വെക്കുന്ന രീതിയിലുള്ള ബേസ് പ്ലേറ്റ് ആയിക്കോട്ടെ. നമുക്ക് ഗ്രൗണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം. അതായത് ഗ്രൗണ്ട് പ്ലെയിൻ ഏതാ XY ആണെങ്കിൽ XY അത് നമുക്ക് സെലക്ട് ചെയ്യാം. വരട്ടെ. ഓക്കെ, അപ്പോൾ അതിനകത്തുനിന്ന് ഗ്രൗണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്തു. ഗ്രൗണ്ട് പ്ലെയിൻ ഏതാണെന്ന് ഇവിടെ നോക്കി കാണാം. ഓക്കെ, പാർട്ട് 1 ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൽ XY പ്ലെയിനാണ് ഗ്രൗണ്ട് പ്ലെയിന്. അത് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ സ്കെച്ചർ എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ സ്കെച്ചർ വന്നു, നമ്മളുടെ ടൂൾസ് എല്ലാം വന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യണേ, ഞാനൊരു സ്ക്വയർ വരയ്ക്കുകയാണ്. കുറച്ച് ബ്രൈറ്റ്നസ് കൊടുക്കട്ടെ. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണേ, നമ്മൾ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ആ റെക്റ്റാങ്കിൾ ഞാൻ 1 മിനിറ്റ് ഇതിൻ്റെ ഹാങ് ഒന്ന് മാറട്ടെ. ഓക്കെ, സോ അപ്പോൾ ഞാൻ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. റെക്റ്റാങ്കിൾ വരച്ചിട്ട് നമുക്കറിയാം ഇത് സ്ക്വയറാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ കൊടുത്ത് നമ്മൾ റെക്റ്റാങ്കിൾ നമ്മൾ അതിൽ നിന്ന് സ്ക്വയർ ആക്കണം. 45x45 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് 45x45 നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, നീളവും വീതിയും 45 കൊടുക്കുക. ഓക്കെ, സോ ഈ പറഞ്ഞിരിക്കുന്ന ബേസ് പ്ലേറ്റിൻ്റെ ഇതായി. ഇനി നമ്മൾ എപ്പോഴും ഇപ്പോൾ ഇത് ഗ്രീൻ കളർ അല്ലല്ലോ, നമ്മൾ ഇതിനെ കൺസ്ട്രെയിൻ ചെയ്യണം. എക്സാക്റ്റ് സെൻറ്ററിൽ ഈ ഒറിജിൻ കൊണ്ട് വയ്ക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ, സോ അതിനായിട്ട് ഞാൻ ജസ്റ്റ് കൺസിഡർ ചെയ്ത് 45 ആണ്. അപ്പോൾ നമുക്കത് അറിയാം. അപ്പോൾ 45ൻ്റെ പകുതിക്ക് ഇത് കൊണ്ടുവരണം. ആദ്യം എക്സ് ഡയറക്ഷനിൽ നമ്മളിതിനെ ഒന്ന് കൺസ്ട്രെയിൻ ചെയ്യാം. 45ൻ്റെ പകുതി 22.5 അല്ലേ, 22.5 കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, അതിൻ്റെ സെൻറ്ററിൽ വന്നു. ഇനി അതുപോലെ തന്നെ നമ്മൾ എലോങ് വൈ ഡയറക്ഷനും സെൻറ്ററിലോട്ട് കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് അതെന്താണ് 22.5 ആക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഈ ബേസ് ഫിഗർ എന്തായി, എക്സാക്റ്റ് സെൻറ്ററിലോട്ട് കൊണ്ടുവരിക. ഓക്കെ ആണല്ലോ. 45 നമ്മൾ കൊണ്ടുപോകും. ഇനി ഇതിനെ എക്സിറ്റ് വർക്ക് ബെഞ്ച് അടിക്കാം. നമുക്ക് എക്സിറ്റ് വർക്ക് ബെഞ്ച് അടിച്ചിട്ട് നമുക്കതിനെ പാഡ് ചെയ്യാം. പാഡ് ചെയ്യുമ്പോൾ എത്രയാണ് പാഡ് ചെയ്യാനുള്ള തിക്നെസ് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിഗറിലോട്ട് പോയിട്ട് ഇതിൻ്റെ തിക്നെസ് എത്രയാണ് ഇരിക്കുന്നത്, ഈ തിക്നെസ് എവിടെയെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് നോക്കുക.
ഈ ഫിഗറിനകത്ത് നമ്മൾ ഗ്രാഫിക്സിൽ മൾട്ടി വ്യൂ ഒക്കെ വരയ്ക്കാറില്ലേ അതുപോലെ തന്നെ. അപ്പോൾ നോക്കി നോക്കൂ, ടോട്ടൽ ഹൈറ്റ് 30 ആണ്. ടോട്ടൽ ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 30 ആണ്. ഈ ബേസ് പ്ലേറ്റിൻ്റെ മുകളിലോട്ടുള്ള പ്രൊജക്ഷൻ 22.5 ആണ്. ടോട്ടൽ ഹൈറ്റ് 30 ആണ്. ബേസ് പ്ലേറ്റിൻ്റെ മുകളിലോട്ടുള്ള ഹൈറ്റ്, ബേസ് പ്ലേറ്റിൻ്റെ മുകളിലുള്ള അറ്റാച്ച്മെൻറ്റ് 22.5 ആണ്. അപ്പോൾ 7.5 ആണ് ഹൈറ്റ്. ഏത്? ബേസ് പ്ലേറ്റിൻ്റെ ആ പ്ലേറ്റിൻ്റെ ഹൈറ്റ് 7.5 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ ഡയമെൻഷൻ 7.5 mm മാർക്ക് ചെയ്തു. ഓക്കെ, സോ 7.5 മാർക്ക് ചെയ്തോടെ ആ പ്ലേറ്റ് റെഡിയായി. ഓക്കെ, അപ്പോൾ ആ പ്ലേറ്റിന് നമ്മൾ നോക്കി നോക്കൂ, ആ പ്ലേറ്റിൻ്റെ ഷേപ്പ് നോക്കി നോക്കൂ. ഈ പ്ലേറ്റ് ഷാർപ്പ് കോർണേഴ്സ് അല്ല, ആക്ച്വലി റൗണ്ട് കോർണേഴ്സ് ആണ്. അതായത് ഇതെല്ലാം ചാംഫർ ചെയ്തിട്ടുണ്ട്. ആ ചാംഫർ അല്ലെങ്കിൽ ആ ഒരു കർവ് ചെയ്യുന്നതിൻ്റെ ഡയമീറ്റർ സ്പെസിഫിക് ആയിട്ട് ഇവർ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഡയമീറ്റർ സ്പെസിഫിക് ആയിട്ട് ഇവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കതിന് സാധാരണ നോർമൽ ഒരു ചാംഫറിങ് മെത്തേഡ്. കാരണം എന്തിനാണ് ഈ ചാംഫറിങ് ഫില്ലറ്റ് ചെയ്യുന്നത്? എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ എഡ്ജിൻ്റെ ഷാർപ്നെസ് കുറയ്ക്കാനും അത് കാരണമുള്ള ആക്സിഡൻസ് ഒഴിവാക്കാനും. അതായത് ഷാർപ്പ് കോർണേഴ്സ് വെക്കുമ്പോൾ അതിൽ തട്ടി മുറിയാനുള്ള സാധ്യതകളുണ്ട്. സോ മെക്കാനിക്കൽ ഡിവൈസസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഫിക്സിങ്സിനൊക്കെ അത് കർവ്ഡ് അല്ലെങ്കിൽ ഫ്ലാറ്റൻഡ് സർഫേസാണ് യൂസ് ചെയ്യുക. സോ അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ജനറൽ ആയിട്ടുള്ള ഷാംഫറിങ് അല്ലെങ്കിൽ ഫില്ലറ്റ് ടൂൾ ഉപയോഗിക്കാം. ഇതിനകത്ത് അവർ കർവ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ഇതിനകത്ത് ഉണ്ട് ഇതാ കർവ്ഡ് ആയിട്ടുള്ള ഇതാ നമ്മൾ സാധാരണ പാഡ് ഹോള് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ അടിയിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ പേരെന്താണ്? കർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഡ്ജ് ഫില്ലറ്റ്, അടിച്ച് പരത്തുന്നതിന് ചാംഫർ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എഡ്ജ് ഫില്ലറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഈ ഫേസും ഈ ഫേസും തമ്മിൽ ജോയിൻ ചെയ്യുന്ന എഡ്ജ്, ഈ രണ്ട് ഫേസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന എഡ്ജ് 5 mm റേഡിയസ് ആണ് അവർ പറഞ്ഞത്. 5 mm കൊടുക്കുമ്പോൾ ഒരു മിനിറ്റ് എഡ്ജ് ഫില്ലറ്റ് ഏത് എഡ്ജാണ് ഫില്ലറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അതാ ഈ എഡ്ജ് മാത്രം സെലക്ട് ചെയ്താണ്. ഈ എഡ്ജ് മാത്രം ഫില്ലറ്റ് ചെയ്യുമ്പോൾ 5 mm. അത് പ്രത്യേകിച്ച് അവർ സൈസ് ഒന്നും പറയാത്തതുകൊണ്ട് ഞാൻ 5 mm കൊടുത്തു. ഓക്കെ, സോ ഞാൻ കൺട്രോൾ സെറ്റ് ചെയ്യാണ്. നമുക്കത് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എഡ്ജ് ഫില്ലറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ കോർണർ കൺട്രോൾ ഞെക്കി പിടിച്ചിട്ട് ഈ കോർണർ, അതുപോലെ കൺട്രോൾ ഞെക്കി പിടിച്ചിട്ട് ഈ കോർണർ, ഇനിപ്പുറത്തെ കോർണർ കാണാനില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് റൊട്ടേറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യുക. മൗസ് വർക്കിംഗ് അല്ല, നീ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൗസിൻ്റെ സെൻറ്റർ ബട്ടൺ വർക്കിംഗ് അല്ല. ഓക്കെ, 4 കോർണറും ഞാൻ സെലക്ട് ചെയ്ത് എനിക്ക് 5 mm എഡ്ജ് ഫില്ലറ്റ് ഒരുമിച്ച് ചെയ്യാം. ഇപ്പോൾ നോക്കി നോക്കൂ, ആ പർട്ടിക്കുലർ ഷേപ്പിലുള്ള എഡ്ജ് ഫില്ലറ്റ് ഞാൻ എൻ്റെ ടോപ്പ് വ്യൂ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ബേസ് പ്ലേറ്റിൻ്റെ ഏകദേശം ആ പ്ലേറ്റ് ആസ് പെർ ദ ഡിസൈൻ ആയി. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്തിടണം? ഹോൾസ് ഇടണം. അപ്പോൾ ഈ ഹോൾസ് ഏതൊക്കെ ഡിസ്റ്റൻസിലാണ് ഹോൾസ് എന്നുള്ളത് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഇതിനകത്ത് തന്നിട്ടുണ്ടോ നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് നോക്കി നോക്കൂ, ഇത് ടോട്ടൽ നമ്മൾക്ക് അടിയിൽ 45 ആണ്. നമ്മൾക്ക് ഇതാണ് ഹോളിൻ്റെ പൊസിഷൻ. ഹോളിൻ്റെ സെൻട്രൽ ലൈനാണ് ഈ കാണിച്ചിരിക്കുന്നത്, 2 ഹോളിൻ്റെ സെൻട്രൽ പൊസിഷൻ. ആ ഹോളിൻ്റെ സെൻട്രൽ പൊസിഷൻ എഡ്ജിൽ നിന്ന് എത്ര അകലത്തിലാണ് എന്നുള്ളത് തന്നിട്ടില്ല. അതിൻ്റെ റേഡിയസ് മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കൺവീനിയൻ്റ് ആയ ചില ക്വസ്റ്റ്യനിൽ അതിൻ്റെ പൊസിഷൻ തരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൺവീനിയൻ്റ് ആയ പൊസിഷനിൽ കറക്റ്റായിട്ട് സിമെട്രിക്കലായിട്ട് എല്ലാ എഡ്ജിലും കൊടുക്കണം. അപ്പോൾ മൊത്തം നമ്മൾ നോക്കി നോക്കൂ, മൊത്തം മുകളിലുള്ള ഷാഫ്റ്റിൻ്റെ റേഡിയസ്, ഷാഫ്റ്റ് ഉൾക്കൊള്ളുന്ന അതിൻ്റെ ആ റേഡിയസ് പറഞ്ഞാൽ 20 ആണ്. ആ മൊത്തം ഷാഫ്റ്റ് ഹോൾഡറിൻ്റെ റേഡിയസ് 20 ആണ്. നമ്മുടെ മൊത്തം അടിഭാഗത്തിൻ്റെ ലെങ്ത് 45 ആണ്. അപ്പോൾ 25 ആണ് വരിക. ടോട്ടൽ 25 ആണ് സ്പെയർ ചെയ്യുക. 2 സൈഡിക്കും 25 ആണ് സ്പെയർ ചെയ്യുക. അപ്പോൾ 12.5 ആണ് ഓരോ സൈഡിലും. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കാം നമുക്ക് 2 സൈഡിലും. അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് 2 എഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഫിഗറിനകത്ത് കൺവീനിയൻ്റ് ഒന്നും തരാത്ത സ്ഥിതിക്ക് ഞാൻ ടോപ്പ് വ്യൂ എടുത്തു. കൺവീനിയൻ്റ് ആയ ഒരു ഡിസ്റ്റൻസ് കൊടുത്തിട്ട് ഒരു കോർണർ 2 അറ്റത്തുനിന്ന് സെയിം ഡിസ്റ്റൻസ് ആയിരിക്കണം. ഓക്കെ, 2 അറ്റത്തുനിന്ന് സെയിം ഡിസ്റ്റൻസ് ആയിരിക്കണം. ഞാൻ എന്ത് ചെയ്തു? ഇതെനിക്ക് എൻ്റെ എഡ്ജസ് മാത്രമേ സെലക്ട് ആവുള്ളൂ, നടുക്ക് പോയിന്റ് സെലക്ട് ആവില്ല. അതിന് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ഗ്രിഡ് സ്നാപ്പ് പോയിന്റ് ഓഫ് ചെയ്യണം. സ്നാപ്പ് പോയിന്റ് ഓഫ് ചെയ്ത് എനിക്ക് എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോയിന്റാണ് ഞാൻ ഫിക്സ് ചെയ്യുന്നത്. അവിടെ ഒരു ഹോൾ കൊടുത്തു. ഓക്കെ, ആ ഹോളിൻ്റെ ഡയമീറ്റർ എത്രയാണ് നമ്മുടെ ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത്? നോക്കി
R3 ആണ്. ഇപ്പോൾ ഡയമീറ്റർ 6 അല്ലെങ്കിൽ R3 തന്നെ കൊടുക്കാം. ഓക്കെ, ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഡയമീറ്റർ മാറ്റി റേഡിയസ് ആക്കുക. എന്നിട്ട് റേഡിയസ് എത്രയാണ്? 3 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഹോള്. പക്ഷേ ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നമ്മൾ കറക്റ്റായിട്ട് എല്ലാ എഡ്ജിൽ നിന്നും ഇതിൻ്റെ സെൻറ്ററും ഈ ലൈനും തമ്മിൽ 7.4 ആണ്. ഓക്കെ, അത് നമുക്ക് എന്ത് മതി? 6 നമ്മൾ 12.5 വന്നാൽ നമുക്ക് 7 മതി. ഓക്കെ, 7 ആക്കി കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെ സിമെട്രിക്കൽ ആവണം, ഇതും 7 ആവണം. ഓക്കെ, അപ്പോൾ 7 ഡിസ്റ്റൻസിൽ, രണ്ട് എഡ്ജിൽ നിന്നും 7 ഡിസ്റ്റൻസിൽ നമ്മൾ അതിനെ ഫിക്സ് ചെയ്തു. ഓക്കെ, ഫിക്സ് ചെയ്തു. ഇനി ഇതിൻ്റെ അതേപോലെ തന്നെ താഴത്തും ഒരു ഇത് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഞാൻ എനിക്ക് ചെയ്യാനുള്ള മടി കാരണം, വീണ്ടും വരച്ച് കൺസ്ട്രെയിനൊക്കെ ചെയ്യാനുള്ള മടി കാരണം എനിക്ക് സിമെട്രി എന്നുള്ളൊരു ഓപ്ഷൻ ഉപയോഗിക്കാം. സിമെട്രി, മിറർ എക്സ്റ്റെൻഡ്, അതായത് ഇവിടെ ഉള്ളതിൻ്റെ അതേ മിററിങ് ഇവിടെ കൊണ്ടുവരാം. കാണിച്ചു തരാം. ഇതാണ് മിറർ ഓപ്ഷൻ. നോക്കി വെക്കാം, ഈ കാണുന്നതാണ് മിറർ ഓപ്ഷൻ. ഓക്കെ, അപ്പം ഞാൻ ഈ സർക്കിൾ ക്ലിക്ക് ചെയ്ത് മിറർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ലൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതേപോലെ സാധനം എനിക്ക് ഇവിടെ വരും, താഴത്ത് വരും, സെയിം പൊസിഷൻ. അതുപോലെ ഞാൻ ഈ ഇതും ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് വീണ്ടും മിറർ ഓപ്ഷൻ എടുത്തിട്ട് വെർട്ടിക്കൽ ലൈന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2 ഇപ്പുറത്തും വരും. ഓക്കെ, അതായത് ആദ്യം വരച്ചിട്ട് എക്സിന് മിറർ ചെയ്താൽ ഇപ്പുറത്ത് വരും, പിന്നെ 2 സെലക്ട് ചെയ്ത് വൈക്ക് മിറർ ചെയ്താൽ 2 അപ്പുറത്ത് വരും. ഓക്കെ, സോ ഇങ്ങനെ എളുപ്പവഴികളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വട്ടം എടുത്തത് ചെയ്യാം, അല്ല 4 വട്ടം സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ മിറർ എന്ന് പറഞ്ഞ ടൂൾ എന്താണെന്നുള്ളതാണ് ആ കാണിച്ചത്. ഓക്കെ, സോ നമുക്ക് 4 ഇതുമായി. ഇനി നമുക്ക് എന്താ ചെയ്യുക? നമുക്ക് പോക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ഇടാം. പോക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ഇടുമ്പോൾ അതിൻ്റെ തിക്നെസ് 7.5 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 7.5 തിക്നെസ്സിനകത്ത് പോക്കറ്റ് വന്നു. ഓക്കെ കൊടുക്കുന്നതോട് കൂടിയിട്ട് അവിടെ എന്തായി? നമ്മളുടെ ബേസ് പ്ലേറ്റിൻ്റെ ശരിയായി? സ്ക്രൂ ഹോൾസ്, ബേസ് പ്ലേറ്റിൻ്റെ സ്ക്രൂ ഹോൾസ് സെറ്റായി. ഓക്കെ, ഇതാ ഈ ടോപ്പിൽ കാണാൻ സ്ക്രൂ സെറ്റായി. ഇനി നമുക്ക് അതിനകത്താണ് ഷാഫ്റ്റ് ഹോൾഡർ. ഈ പറഞ്ഞ ഷാഫ്റ്റ് ഹോൾഡർ അതിനകത്ത് ഉണ്ടാക്കണം. ആ ഷാഫ്റ്റ് ഹോൾഡർ സെൻറ്ററിലാണ് വരിക, ഒത്ത സെൻറ്ററിലാണ് വരിക. നോക്കി നോക്കൂ, അതിനകത്ത് ഈ ഒത്ത സെൻറ്ററിൽ വരുമ്പോൾ അതിൻ്റെ ഇന്നർ റേഡിയസ് 6, അതായത് ഷാഫ്റ്റ് ഹോൾ 6, ഔട്ടർ റേഡിയസ് 10. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഒരു തിക്നെസ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് ഷാഫ്റ്റ് ഹോൾ വരുന്നത്, ഷാഫ്റ്റ് ഇടാനുള്ള ഹോൾ വരുന്നത്. ഈ ഒരു സപ്പോർട്ടിങ് സിലിണ്ടർ, അതായത് ഒരു ഹോളോ സിലിണ്ടറാണ്. അതിൻ്റെ തിക്നെസ് എത്രയാണ് വരുന്നത്? 10 - 6, 4 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. mm എന്താ പറയുന്നില്ല, 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കുന്നത് ഏതാണ്? ഇതിൻ്റെ ഈ കാണുന്നത് അതിൻ്റെ ചാംഫറിങ്ങിൻ്റെ ഡയമീറ്റർ, അതിൽ ഇമ്പോർട്ടൻസ് ഇല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്, അത് വിട്ടേക്കും. ഇതിൻ്റെ ഡയമീറ്റർ 10 mm ആണ്. അപ്പോൾ അതാദ്യം ഞാൻ 10 mm ഡയമീറ്റർ ആദ്യം വരയ്ക്കാം. ഓക്കെ, അതിൻ്റെ ആ ടോപ്പ് വ്യൂ എടുത്തു, അവിടെ സ്കെച്ച് എടുത്തു. സെൻറ്റർ തന്നെയാണ്, ഓൾറെഡി സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ റേഡിയസ് ആണ് 10. ഈ സെൻറ്റർ ക്ലിക്ക് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് സ്നൈപ്പ് ടൂൾ. അപ്പോൾ ആ ഒരു പോയിന്റ് മാത്രമേ സെലക്ട് ആവുള്ളൂ, മറ്റത് എവിടെയും സെലക്ട് ആവും. ഓക്കെ, എടുത്തു, കൺസ്ട്രെയിൻ ചെയ്തു. റേഡിയസ് 10 ആണ് വേണ്ടത്. എന്താ ചെയ്യുക? റേഡിയസ് 10 mm. ഓക്കെ, അപ്പോൾ റേഡിയസ് 10 എനിക്ക് എന്ത് കിട്ടി? ഒരു ഇത് കിട്ടി. ഓക്കെ, ഇനി ഇപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നർ സർക്കിളും കൂടി വരച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ അത് പോക്കറ്റ് ചെയ്യാം. ഞാനിപ്പോൾ തന്നെ വരയ്ക്കുകയാണ്. 6 ഡയമീറ്ററിലാണ്. ആണ്, കുറയണം, ഞാൻ 6 ആക്കാം. 6ൽ ഞാൻ എന്ത് ചെയ്തു? ഉള്ളിലുള്ള ഇന്നർ സർക്കിളും വരച്ചു. സെൻറ്ററിലായതുകൊണ്ട് ഓട്ടോമാറ്റിക് ഗ്രീൻ ആയിട്ട് വന്നു. ഓക്കെ, ഇനി ഞാൻ എക്സിറ്റ് വർക്ക് ബെഞ്ച് അടിച്ചിട്ട്, ഓക്കെ, അപ്പോൾ ആ 4 mm കറക്റ്റായിട്ട് ഗ്യാപ്പ് വന്നു. ഞാൻ ജസ്റ്റ് പാഡ് ചെയ്താൽ മതി. പാഡ് ചെയ്യുമ്പോൾ തന്നെ ആ തിക്നെസ് ആയിട്ടാണ് വരിക, അത് ആ കട്ടായിട്ടാണ് വരിക, അതങ്ങനെ ഹോളായിട്ടാണ് വരിക. അതിൻ്റെ ഹൈറ്റ് എത്രയാണ് നമുക്ക് നോക്കണം. നമ്മൾ നേരത്തെ നോക്കി 22.5 ആണ് അതിൻ്റെ ഹൈറ്റ് വരിക. എത്രയാണ്? 22.5 ആണ് അതിൻ്റെ ഹൈറ്റ് വരിക. ഓക്കെ, അപ്പോൾ ഞാൻ എന്തെടുത്തു? ഇവിടെ 22.5 mm ഹൈറ്റ് കൊടുത്തു.
നോക്കി നോക്കൂ, അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഹോളായിട്ട് തന്നെയാണ് അത് വരിക. ഓക്കെ, ക്ലിയർ ആവുണ്ടല്ലോ. ഇനി ഇപ്പം നമ്മുടെ ബേസ് പ്ലേറ്റ് വരച്ചു, ബേസ് പ്ലേറ്റിൻ്റെ മുകളിലുള്ള ഷാഫ്റ്റ് ഹോൾഡർ വരച്ചു. ആക്ച്വലി ഷാഫ്റ്റ് ഹോൾഡർ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലി അതിന് കീ ഹോൾസ് ഒക്കെ ഉണ്ടാവും, ലോക്ക് ചെയ്യാനുള്ള കീ ഹോൾസ് ഒക്കെ ഉണ്ടാവും. ചിലതിനകത്ത് ബിയറിങ്സ് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും. നമ്മുടെ ഇവിടുത്തെ ഉദ്ദേശം ബേസ് പ്ലേറ്റ് വരയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അതിൻ്റെ ഉള്ളിലെ കണക്ഷൻസിനെ പറ്റിയിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ആക്ച്വലി. കാരണം നമ്മളൊരു ഷാഫ്റ്റ് വെച്ചതിനെ റൊട്ടേഷൻ ഷാഫ്റ്റ് വെച്ച് നമ്മൾ കണക്ട് ചെയ്യുന്ന ബിയറിങ്ങോ ഒന്നും വെക്കുന്നില്ല. നമ്മൾ ബേസ് പ്ലേറ്റ് എന്നുള്ള ഒരു ഇത് മാത്രമാണ് നമ്മുടെ സിലബസിൽ സെക്കൻഡ് എക്സ്പീരിയൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് കൂടുതലായിട്ട് നെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കിട്ടും. ഇപ്പോൾ നോക്കിക്കോ, ഈ പർട്ടിക്കുലർ ബേസ് പ്ലേറ്റിനകത്ത് ഇവിടെ ഉണ്ടല്ലേ ഒരു കർവ്ഡ് ആയിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അതായത് ഷാർപ്പ് ജോയിനിങ് അല്ല, ബട്ട് അതിൻ്റെ ഡയമെൻഷൻസ് ഒന്നും എവിടെയും തന്നിട്ടൊന്നുമില്ല, കർവ്ഡ് ആയിട്ടുള്ള. നമുക്കറിയാം ആൾറെഡി എഡ്ജസ് കർവ് ചെയ്യാൻ നമുക്ക് ആൾറെഡി ടൂൾ ഉണ്ട്, നമ്മൾ നേരത്തെ ചെയ്ത ഫില്ലറ്റ് ടൂൾ ഉണ്ട്. അപ്പോൾ അതേ ടൂൾ ഉപയോഗിച്ചിട്ട്, ഫില്ലറ്റ് ടൂൾ ഉപയോഗിച്ചിട്ട്, കർവ് ചെയ്യാനുള്ള ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുക, ഈ സർക്കിൾ മാത്രം എടുത്തിട്ട് 5 mm തന്നെ മതി. 5 mm തന്നെ കർവ് ചെയ്യുമ്പോൾ എന്തായി, ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലറ്റിന് തന്നെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, ആ രീതിയിലാണ് അത് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഗറിൽ കാണുന്ന രീതിയിൽ അത് കർവ്ഡ് ആയിട്ടാണ് അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് ജോയിൻ ചെയ്ത് വെൽഡൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഫിക്സ് ഒക്കെ ചെയ്തതിന് ശേഷം അവിടെ കർവ്ഡ് ആയിട്ടാണ് ബേസ് പ്ലേറ്റ് ആയിട്ട് അത് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, കൂടുതൽ റീഇൻഫോഴ്സ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതുമൂലം സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് പ്ലേറ്റിൻ്റെ ഡിസൈൻ. ഓക്കെ, ബേസ് പ്ലേറ്റിൻ്റെ ഡിസൈൻ ഇതാ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബേസ് പ്ലേറ്റിൻ്റെ ഡിസൈൻ. ഓക്കെ, ഈ ബേസ് പ്ലേറ്റ് സ്ക്രൂ വെച്ചിട്ട് ഒരു ഫ്ലോറിൽ ഉറപ്പിക്കാം, സ്ക്രൂ വെച്ചിട്ട് ഒരു ചുമരിൽ ഉറപ്പിക്കാം, എന്നിട്ട് അതിനൊരു ഷാഫ്റ്റ് ആയിട്ട് ബന്ധപ്പെടുത്താം. അത് ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. ഇപ്പോൾ ഒരു റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ഉണ്ട്, ആ ഷാഫ്റ്റിലൂടെയാണ് അല്ലെങ്കിൽ മോഷൻസ്, ഒരു എൻജിനിൽ നിന്ന് മോഷൻസ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ റോഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമരിലോ നിലത്തോ ഒക്കെ ഉറപ്പിക്കുന്ന ഇതാണ്. പിന്നെ വലിയ വലിയ ബേസ് പ്ലേറ്റുകൾ പില്ലേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി, വലിയ പില്ലേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂമിക്കടിയിൽ കുഴിച്ചിടാനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പല രീതിയിൽ പല തരത്തിലുള്ള ബേസ് പ്ലേറ്റുകളുണ്ട്. ഓക്കെ, ഇതാണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബേസ് പ്ലേറ്റിൻ്റെ ഒരു ഡയമെൻഷനിങ്ങും കാര്യങ്ങളൊക്കെ. ഇത്രയും വരച്ചതിന് ശേഷം നമ്മളുടെ ഫിഗർ കംപ്ലീറ്റ് ആയി. നമ്മൾ ആൻസർ കംപ്ലീറ്റ് ആവുന്നില്ല. ആൻസർ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇതിനെ ഫയലിൽ സേവ് ചെയ്യണം. നമ്മൾ ബേസ് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്ത് വെക്കണം. നമ്മൾ കാറ്റലാബ് നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയ ഫോൾഡറിലകത്ത് പോയിട്ട് നമ്മൾ അത് സേവ് ചെയ്ത് വെക്കണം. കാറ്റലാബ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു ഫോൾഡർ ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ബേസ് പ്ലേറ്റ് എന്നുള്ള രീതിയിൽ അത് സേവ് ചെയ്തു. അതിനുശേഷം ഇതിനെ ഡ്രാഫ്റ്റും കൂടെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ എന്ത് കംപ്ലീറ്റ് ആവുന്നത്. ഡ്രാഫ്റ്റും കൂടെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ എക്സാമിന് ചോദിക്കുന്ന രീതിയിലുള്ള ആൻസറായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഡ്രാഫ്റ്റ് ചെയ്യണം. ഇതിനകത്ത് നമ്മൾ XY പ്ലെയിനിലൊക്കെ കറക്റ്റായിട്ട് വരച്ച കാരണം ഡ്രാഫ്റ്റിന് നമുക്ക് ഡയറക്റ്റ് കിട്ടും. ഇൻസേർട്ട് ചെയ്യാണ്ട് അസംബ്ലി ചെയ്യുമ്പോഴൊക്കെയാണ് അതിൻ്റെ ഓറിയൻറ്റേഷനിൽ വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് ഡ്രാഫ്റ്റിംഗ് എടുത്ത് നോക്കാം. ഇൻസേർട്ട് ചെയ്യാണ്ട് ഡയറക്റ്റ് ഡ്രാഫ്റ്റിംഗ് എടുത്ത് നോക്കാം. ഡയറക്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തില്ലേ, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ലെഫ്റ്റ് വ്യൂ നേരിട്ട് കിട്ടുന്ന രീതിയിൽ, A4 കിട്ടുന്ന രീതിയിൽ നമുക്ക് എടുത്തു നോക്കാം. കിട്ടേണ്ടതാണ്, കാരണം നമ്മൾ XY പ്ലെയിനിലൊക്കെ അലൈൻഡ് ആയിട്ടാണ് വരച്ചിട്ടുള്ളത് ഇപ്രാവശ്യം. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ടതാണ്. കണ്ടില്ലേ, കറക്റ്റായിട്ട് അവരുടെ ഫ്രണ്ട് വ്യൂ ഇത് ഫ്രണ്ട് വ്യൂ ആയിട്ട് എടുത്തത്. അവർ ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, ടോപ്പ് വ്യൂ എന്നുള്ള രീതിയിൽ മതി, നമുക്കിങ്ങനെ കിട്ടിയാൽ മതി. ഓക്കെ, ഈ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ അലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഇത് വേണ്ട, നമുക്ക് ഇത് ഫ്രണ്ട് വ്യൂ, ഇത് ടോപ്പ് വ്യൂ ആയിട്ട് അങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റിയിട്ട് നമുക്ക് ഓരോന്നിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റാക്കിയിട്ട് വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. പൊതുവേ എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ ഡ്രാഫ്റ്റിംഗ് ക്ലോസ് ചെയ്യാണ് ഒരു മിനിറ്റ്. പൊതുവേ ചെയ്ത് കാണാറ് ബൈ നെയിം ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ അവരതാണ് പറയുന്നതെങ്കിലും എനിക്കെപ്പോഴും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത് ഇതിനകത്ത് ഇതുണ്ടല്ലോ, അതായത് ഫ്രണ്ട് ബോട്ടം റൈറ്റ് ഇതെടുക്കുമ്പോഴാണ് എക്സാക്റ്റ് നമ്മുടെ ഫസ്റ്റ് ആംഗിൾ പൊസിഷൻ പോലെ എനിക്ക് തോന്നാറ്. സംഭവം ഫ്രണ്ട്, ടോപ്പ്, ലെഫ്റ്റാണ് നമ്മൾ വരയ്ക്കാറ്. ഈ ഫ്രണ്ട് ബോട്ടം വരയ്ക്കുമ്പോഴാണ് പൊതുവെ നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന മെത്തേഡ് പോലെ എനിക്ക് തോന്നാറ് പലതും എടുക്കുമ്പോൾ. ഇപ്പോൾ കണ്ടില്ലേ,
ഇത് ഫ്രണ്ട് വ്യൂ, ഇത് ടോപ്പ് വ്യൂ, ഇത് സൈഡ് വ്യൂ എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ വരയ്ക്കാം. നമുക്ക് എക്സാക്ട് നമ്മുടെ രീതി കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി കിട്ടണമെന്നുണ്ടെങ്കിൽ, എക്സാക്ട് പ്ലെയിൻ ഗ്രൗണ്ട് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സ്റ്റാർട്ട്, മെക്കാനിക്കൽ ഡിസൈൻ, ഡ്രാഫ്റ്റിങ്. ഞാൻ പ്ലെയിൻ ഷീറ്റ് എടുത്തിട്ട് നമ്മുടെ സാധാ രീതി വരയ്ക്കുക. അതാണ് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നാറ്. ഇൻസേർട്ട്, വ്യൂസ്, പ്രൊജക്ഷൻ, ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഫ്രണ്ട് വ്യൂ ക്ലിക്ക് ചെയ്ത് മിനിമൈസ് ചെയ്തിട്ട് എനിക്ക് ഇതാണ് ഫ്രണ്ട് വ്യൂ ആയിട്ട് തോന്നാറ്. കണ്ടില്ലേ, ഇതാണ് എനിക്ക് ഫ്രണ്ട് വ്യൂ ആയിട്ട് കറക്റ്റായിട്ട് തോന്നാറുള്ളത്. അത് ഞാൻ ക്ലിക്ക് ചെയ്തു. ഇതല്ലേ എൻ്റെ ഫ്രണ്ട് വ്യൂ. നമ്മളുടെ കണക്ക് പ്രകാരം ഇതാണ് ഫ്രണ്ട് വ്യൂ. ആ ഫ്രണ്ട് വ്യൂവിനെ ഞാൻ ഒരു സ്ഥലത്ത് കറക്റ്റായിട്ട് കൊണ്ട് വെച്ചു. ഇനി അതിൻ്റെ അടിയിൽ ഇൻസേർട്ട്, വ്യൂ, പ്രൊജക്ഷൻ, ഫ്രണ്ട് വ്യൂ തന്നെ. നമുക്കെല്ലാം എന്താണ് കൊണ്ടുവരുമ്പോൾ എല്ലാം അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് ടോപ്പ് വ്യൂ കിട്ടാറ്. കറക്റ്റായിട്ട് ആ ടോപ്പ് വ്യൂ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ടോപ്പ് വ്യൂ ഞാൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് ടോപ്പ് വ്യൂ ആയി മാറി. ഇതെന്താ ചെയ്യുന്നത്, ആ ടോപ്പ് വ്യൂ കറക്റ്റായിട്ട് ഫ്രണ്ട് വ്യൂവിൻ്റെ അടിയിൽ കൊണ്ടുപോയി കറക്റ്റായിട്ട് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നോക്കിക്കൂ, ഇവിടെ ഫ്രണ്ട് വ്യൂ എന്ന് എഴുതിയത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മായ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ടോപ്പ് വ്യൂ എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്താ വേണ്ടത്, നമുക്ക് സൈഡ് വ്യൂ വേണം. നമുക്ക് റൈറ്റിലാണ് വരയ്ക്കാൻ സ്ഥലം, അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് വേണ്ടത്. വ്യൂ, പ്രൊജക്ഷൻ, ഫ്രണ്ട് വ്യൂ, എല്ലാം ഫ്രണ്ട് വ്യൂ ആയിട്ട് തന്നെയാണ് എടുക്കുക. ലെഫ്റ്റ് സൈഡ് വ്യൂ, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് വന്നത്. ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും സെയിം ആണ്, അതുകൊണ്ട് പിന്നെ ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, ഓക്കെ, ഇനി ഇൻസേർട്ട്, വ്യൂ, പ്രൊജക്ഷൻ, ഐസോമെട്രിക് പ്രൊജക്ഷൻ. അത്രയും കൂടെ ചെയ്യുന്നതോട്ടാണ് ഇത് കംപ്ലീറ്റ് ആവുക. ഐസോമെട്രിക് പ്രൊജക്ഷനിൽ എവിടെയെങ്കിലും പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി, ഇന്ന സ്ഥലമൊന്നുമില്ല, എവിടെയെങ്കിലും പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി, ഐസോമെട്രിക് പൊസിഷൻ അവിടെ വരും. ഓക്കെ, ഐസോമെട്രിക് പൊസിഷൻ വന്നു. ഈ ഐസോമെട്രിക് പൊസിഷൻ നമുക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് നമുക്ക് വെക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഐസോമെട്രിക് പൊസിഷൻ ഇവിടെ കൊണ്ടുവച്ചു. ഇതോടുകൂടിയിട്ട് നമ്മുടെ ബേസ് പ്ലേറ്റ് ഡിസൈൻ തന്ന ഡയമെൻഷനിലുള്ള എല്ലാം തന്നെയായി. ഇതാ, നമുക്ക് ഇതാണ് തന്നിരുന്ന ഡയമെൻഷൻ, അതിൽ തന്നെ നമ്മൾ നീറ്റായിട്ട് വരച്ചു. ഇനി അത്യാവശ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് 5 ആണ് അതിൻ്റെ ബേസാണ്. ഏത് മറ്റേ ചാംഫറിങ് ചേർത്തിട്ടുള്ളതാണ്, അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഈ ഡയമീറ്റർ 520, അത് 630 ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. അതുപോലെ ഇന്നർ ഡയമീറ്റർ, ഇതൊക്കെ ഈ വ്യൂ എന്നാണ് കാണുക, 512. ഓക്കെ, ഇനി അടുത്തത് വേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഫ്രണ്ട് വ്യൂവിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ ഇവിടെ കാണിക്കുക. ടോട്ടൽ ഹൈറ്റ് അല്ല, ഇതുവരെയുള്ള ഹൈറ്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 22.5. അതുപോലെ തന്നെ ഈ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയാണ്, 7.5. 7.5 എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് എടുത്ത് കാണിക്കുകയല്ല ചെയ്തിട്ടുണ്ടായിരുന്നു, ടോട്ടൽ ഹൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ടോട്ടൽ ഹൈറ്റ് 30. ഓക്കെ, ഇത്രയാണ് അവർ തന്നിട്ടുള്ളത്, അത്രയും നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ 45x45, അത് ഇനി 45x45 കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ ചാംഫറിങ് എന്താണ്ട് കിട്ടില്ല. ഇതും തമ്മിലുള്ള ലെങ്ത് ആയിട്ട് എടുത്ത് മാർക്ക് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടുള്ളൂ, 45 കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതും തമ്മിലുള്ള ലെങ്ത് ആയിട്ട് എന്താണ് 45 ഇവിടെ മാർക്ക് ചെയ്യും. ഓക്കെ, ഇപ്പോൾ തന്നിരിക്കുന്ന എല്ലാ ഡാറ്റാസും ആയി. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഐസോമെട്രിക്കലി മാർക്ക് ചെയ്യാൻ സാധിക്കുമോ നോക്കുക. അപ്പോൾ ഐസോമെട്രിക്കലി മാർക്ക് ചെയ്യാൻ ഇപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റെഡ്യൂസർ ലെങ്ത്തേ കിട്ടുള്ളൂ. ഐസോമെട്രിക്കലി ഇതും
ഇതും തമ്മിലുള്ള ലെങ്ത്ത് നമുക്ക് 45 ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ ഐസോമെട്രിക്കലി മാർക്ക് ചെയ്യുമ്പോൾ അത് ഐസോമെട്രിക്കലി തന്നെ വരും. അത് ഉണ്ടല്ലേ, ഇതിങ്ങനെ എടുത്ത് 45. ഓക്കെ, അതുപോലെ ഐസോമെട്രിക്കലി സർക്കിളിൻ്റെ ഡയമീറ്റർ മാർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഐസോമെട്രിക് മാർക്കിങ്ങിനകത്ത് റേഡിയസ് വേണമെങ്കിൽ റേഡിയസ് എന്താ വെച്ചെടുക്കാം. R6 R10 അല്ലേ, R10. ഓക്കെ, ഇനി ഹൈറ്റാണ് വേണ്ടെങ്കിൽ ആ 22ൻ്റെ ഹൈറ്റാണ് മാർക്ക് ചെയ്യാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐസോമെട്രിക്കായിട്ട് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതും ഈ എഡ്ജും തമ്മിലുള്ള ഹൈറ്റ് അത് കർവ്ഡ് ആയതുകൊണ്ടാണ് ജോയിൻ ചെയ്യാത്തത്. ഓക്കെ, ഇവിടെ ആൾറെഡി ചാംഫറിങ് കൊടുത്തുകൊണ്ട് എക്സാക്റ്റ് ഹൈറ്റ് കിട്ടില്ല, അങ്ങനെ കാണിച്ചു തരാം. അത് ആ സിലിണ്ടറിൻ്റെ ഹൈറ്റ് പോലെയാണ് കിട്ടുന്നത്. ഓക്കെ, എനിവേ അത് കിട്ടി. നമുക്ക് വേണ്ട ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ് എത്രയാണ്, അതായത് റേഡിയസ് ഓഫ് ഹോൾ, കീ ഹോൾ റേഡിയസ് R3 ആണെന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ, ഇത്രയാവുന്നതോടുകൂടി നമ്മുടെ ഏകദേശം കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഫയലിൽ സേവ് ആസ് CAD-നകത്ത് ഇത് സേവ് ചെയ്യേണ്ടത് PDF ആയിട്ട്. ഇതിനകത്ത് എന്താണ് ബേസ് പ്ലേറ്റ് ഒന്ന് സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു. നമുക്ക് അതിനകത്ത് സേവ് ചെയ്ത സ്ഥലത്ത് പോയി നോക്കാം. CAD-നകത്ത് ബേസ് പ്ലേറ്റ് PDF-ൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. കണ്ട PDF-നകത്ത് നമ്മൾ ഇതാണ് പ്രിൻ്റ് എടുത്ത് നമ്മൾ റെക്കോർഡിൽ ഒട്ടിക്കേണ്ടത്. സോ ഇത്രയാണ്. ഞാനിത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആക്കാൻ മറന്നുകൊണ്ടില്ലേ, ഇത് ലെഫ്റ്റ് സൈഡ് വ്യൂ ആക്കാൻ ഞാൻ മറന്നു, ആക്കരുത് കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ആൾ അബൌട്ട് എന്താണ് CAD ഡിസൈൻ ഓഫ് എ ബേസ് പ്ലേറ്റ്. ഓക്കെ.